കാരണം നമ്മള് സ്കൂളിലേക്ക് വെളിയ LPGSലേക്ക് രംഗാണ് വന്നിരിക്കുകയാണ്. അതാണ്ട് രംഗാണ്. എടാ മോനെ ഒന്നോ പോടാ എടാ മോനെ രംഗാണൻ. നമസ്കാരമുണ്ട്. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവമാണ് കൊട്ടാരക്കര വാർത്തകളുള്ളത്. വെളിയം LPGS സ്കൂളിലാണ്. എല്ലാ വർഷവും ഒന്നിനൊന്ന് എല്ലാ വർഷവും വലിയ രീതിയിലുള്ള ഒരു പ്രവേശനോത്സവമാണ് ഈ വെളിയം LPGSൽ സംഘടിപ്പിക്കാറുള്ളത്. ഈ വർഷവും മാറ്റിന് യാതൊരു കുറവുമില്ല. കഥകളി രൂപങ്ങൾ, അതോടൊപ്പം തന്നെ എന്തൊക്കെ കലാരൂപങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ എല്ലാ കലാരൂപങ്ങളും ഇവിടെ കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ള ആഹ്ലാദപൂർണ്ണമായ ഒരു പ്രവേശനോത്സവമാണ് വെളിയ LPGSൽ എല്ലാ വർഷവും നടത്താറുള്ളത്. അപ്പോൾ നമുക്ക് ഈ വെളിയ LPGSലെ പ്രവേശനോത്സവത്തിൻ്റെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ടീച്ചറെ, ഇത് ഓരോ വർഷവും മികച്ചതായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. വർഷവും മികച്ച രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമുക്ക് കഴിഞ്ഞ വർഷമാണ് ഞാൻ ഈ സ്കൂളിൻ്റെ പ്രഥമ അധ്യാപികയായി സ്ഥാനമേറ്റത്. ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൻ്റെ പ്രഥമ അധ്യാപികയായി വർക്ക് ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരുപാട് കുട്ടികൾ ഈ വർഷവും നമ്മുടെ സ്കൂളുകളിലേക്ക് ഒരുപാട് കുട്ടികൾ ഈ വർഷവും വന്നു ചേർന്നിട്ടുണ്ട്. കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിച്ച് ഉന്നതിയിൽ എത്തുന്നതിനാണ് ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുതന്നെയാണ് ഈ സ്കൂളിൻ്റെ ഒരു വിജയം. ഈ സ്കൂളിലെ സ്റ്റാഫ് സെക്രട്ടറി നമ്മളൊപ്പം ചേരുകയാണ്. ഞാൻ ഇന്ദു. ഇത് നമ്മുടെ സ്കൂളിൻ്റെ ആഘോഷമാണ്. മാത്രമല്ല നമ്മുടെ വീടിൻ്റെ ഒരാഘോഷത്തേക്കാൾ ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ഇത് തന്നെയാണ്. ഇതുപോലെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ മികച്ച എല്ലാ വർഷവും അതെ ഓരോ വർഷവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വർക്ക് ചെയ്യുന്ന അതായത് ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവർക്കും സ്കൂളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫാമിലി. ഈ സ്കൂളിലെ കൂടുതൽ ഭാരവാഹികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്ത് ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് 32 വർഷമായി. അപ്പോഴും 32 വർഷമായി. ഒരു 10-20 കുട്ടികളായിരുന്നു ആദ്യമേ. പിന്നെ അത് അങ്ങോട്ട് തുടർന്ന് പ്രവർത്തിച്ച് ഓരോ വർഷം കഴിയുന്തോറും ഒരുപാട് കുട്ടികളായി. LKG തന്നെ ഒരു ഡിവിഷൻ തന്നെ 40-45 കുട്ടികൾ വീതമുണ്ട്. ഒരു ഡിവിഷൻ അങ്ങനെ തന്നെ 6 ഡിവിഷൻ ഉണ്ട് KG തന്നെ. എല്ലാവരും നന്നായിട്ട് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് KGയിൽ ഇത്രയും കുട്ടികൾ കൊണ്ടുവരുന്നത്. പിന്നെ എല്ലാം LKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെ ഉള്ള ഡിവിഷനുണ്ട്. എല്ലാ ടീച്ചർമാരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഡ്രൈവേഴ്സ്, ഇതിൻ്റെ എല്ലാം നമുക്ക് ഇങ്ങനൊരു സ്ഥാപനം ഇത്ര ഉയർച്ചയിൽ കൊണ്ടുപോകാൻ ഞങ്ങളുടെ മാനേജരാണ് ഞങ്ങൾക്ക് ഏറ്റവും പിന്തുണയായിട്ട് നിൽക്കുന്നത് എല്ലാ കാര്യത്തിലും. കുഞ്ഞുങ്ങളെയൊക്കെ ക്ലാസ്സിലിരുത്തിയിട്ട് അമ്മമാരിങ്ങനെ സ്കൂളിൻ്റെ പടിവാതിൽക്കൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കുട്ടിയെ ചേർത്താ LKGയിലോ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. ചെറുതാ കുട്ടിയെ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ ഇന്ന് കുട്ടിയെ കൊണ്ടങ്ങ് പോവാം. അതെ, അപ്പോൾ ഇന്ന് ക്ലാസ്സിലിരുത്തി ഇന്ന് ഒരുപാട് നേരം ക്ലാസ് കാണത്തില്ല. ഇന്ന് പ്രവേശനോത്സവത്തിൻ്റെ പേരിൽ അറ്റൻഡൻസൊക്കെ എടുത്ത് എല്ലാം രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങ് വിടുക അല്ലേ? അപ്പോൾ കുട്ടിയെ കൂട്ടിക്കൊണ്ടങ്ങ് പോവാം. അപ്പോൾ അങ്ങനെ കുട്ടികളെ ക്ലാസ്സിലിരുത്തിയിട്ട് അമ്മമാർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അച്ഛന്മാർ പുറത്തിരിക്കുക അല്ലേ? അതാണ്. കുട്ടിയെ ക്ലാസ്സിലാക്കിയോ? എത്ര ക്ലാസ്സിലാടിക്കുക? 1-ലും 4-ലും. 1-ലും 4-ലും. 1-ാം ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ പ്രവേശനോത്സവത്തിൽ കാണുന്ന കാഴ്ചകളാണ്. വിദ്യാർത്ഥികളെ ക്ലാസ്സിലാക്കിയിട്ട് രക്ഷകർത്താക്കൾ പുറത്ത് കുട്ടികൾ തിരികെ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ സ്കൂളിൻ്റെ പടിവാതിൽക്കൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ
ഏകദേശം 900-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് വെളിയം LPG എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രവേശനോത്സവം ഓരോ വർഷവും കെങ്കേമമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒട്ടേറെ വാർത്തകൾ ഈ ഒരു സ്കൂളിൻ്റെ പ്രവേശനോത്സവം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. കുട്ടി ചേർന്നോ? എത്ര മാസത്തിലാണ്? UKG കഴിഞ്ഞ വർഷം. അപ്പോൾ കുട്ടിയെ കൊണ്ടുപോകാണ്ട് നിൽക്കുക. അപ്പോൾ എന്തായാലും ഒരുപാട് രക്ഷകർത്താക്കൾ ഈ സ്കൂളിൽ ഇന്ന് ഈ പ്രവേശനോത്സവ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് ടീച്ചർമാർ മിഠായി മധുരം നൽകിയാണ് ഈ സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ ഈ പ്രാവശ്യം ഉണ്ടോ? ഒരുപാട് കുട്ടികളുണ്ട്. അതെ, എല്ലാ വർഷവും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് ഇവിടുത്തെ പ്രവേശനോത്സവം നടന്നത്. അതെ. അപ്പോൾ ടീച്ചർമാർക്ക് വളരെ സന്തോഷത്തിലാണ്. കുരുന്നുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കുരുന്നുകൾക്ക് മധുരം നൽകി മിഠായി നൽകി വെളിയം LPGSലെ പ്രവേശനോത്സവം ഇവിടെ കെങ്കേമമാക്കുകയാണ്. ഒരു സ്വകാര്യ സ്കൂളിൽ വലിയ തരത്തിലുള്ള പ്രവേശനോത്സവമാണ് ഇവിടെ വെളിയം LPGSൽ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ളത്. കുരുന്നുകളൊക്കെ ഇങ്ങനെ മിഠായിയൊക്കെ വാങ്ങിക്കൊണ്ട് സ്കൂളിലേക്ക് ഇങ്ങനെ കയറി പോവുകയാണ്. 2 ടീച്ചർമാർ 2 ഭാഗത്ത് ഇങ്ങനെ രക്ഷകർത്താക്കളോടൊപ്പം വരുന്ന വിദ്യാർത്ഥികളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ LKG ക്ലാസ്സിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ടീച്ചറെ, എങ്ങനെയുണ്ട്? കുട്ടികളൊക്കെ കരയുന്നുണ്ടോ? കരച്ചിലുണ്ട്, നല്ല സന്തോഷത്തോടെ വന്നവരുണ്ട്. പ്രശ്നമില്ലാതെ കൊണ്ടുവന്നെ രണ്ടും തിരക്കില്ല. അത് ആദ്യമായിട്ട് വരുന്നതിന്റെ. ഏതെങ്കിലും അമ്മമാർ കരയുന്നുണ്ടോ? അമ്മമാർ കരച്ചിലൊന്നുമില്ല. അമ്മമാരെല്ലാം സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാവരും സന്തോഷത്തോടെ. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്. കുഞ്ഞുങ്ങളെല്ലാം വളരെ വളരെ സന്തോഷമാണ്. മിഠായിയൊക്കെ തിന്നു, അത് സന്തോഷത്തോടെ ഇരിക്കുന്നു. ഇനി നാളെ മുതലല്ലേ ക്ലാസ് തുടങ്ങാം എന്ന് വെച്ചാൽ നാളെ മുതൽ വന്നാലും എല്ലാവരെയും ഒന്ന് ഇരുത്തി ഒരു ചിട്ടയൊക്കെ പഠിപ്പിക്കണം. അതൊക്കെയാണ് LKG ക്ലാസ് അല്ലേ, കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് വരുന്നതല്ലേ. ഒരു ക്ലാസ്സിൽ 10-45 കുട്ടികളുണ്ടല്ലേ? 41. അത്ര തിരക്കാണ്. ഒരു ക്ലാസ്സിൽ ഒരു ഡിവിഷനിൽ 41 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ഓരോ വർഷവും ഇവിടുത്തെ അഡ്മിഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, കണ്ടില്ലേ ഒരുപാട് കുരുന്നുകൾ. മോളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ? പേരെന്തുവാ? മോളെ പേരെന്തുവാ? സ്മിഹ ഫാത്തിമ. ആ, മോൻ്റെ പേരെന്തുവാ? പേരെന്തുവാ? മോളെ പേരെന്തുവാ? ആ, മിടിക്കുക. ഒറ്റയടിക്കാതെ ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞു. അപ്പോൾ എന്തായാലും കുരുന്നുകളെല്ലാം അമ്മമാരോടൊപ്പം ഇങ്ങനെ ചേർന്നിരിക്കുകയാണ് അല്ലേ? അമ്മമാരെ അടുത്തിരിക്കുന്നതുകൊണ്ട് ആരും കരയുന്നില്ല. എന്തായാലും വെളിയം LPGSൽ ഓരോ വർഷവും വിദ്യാർത്ഥികൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മത്സരിച്ച് ഇവിടെ തന്നെ കുട്ടികളെ കൊണ്ട് ചേർക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഓരോ വർഷവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ പൂവൊക്കെ വെച്ചിരിക്കുന്ന മോളെ നിൽക്കും. മോളെ വരുന്നതാ? പേര് പറ മോളെ. പേരെന്തുവാ? മോളെ വരുന്നതാ? ആ, മിടുക്കി. മോളെ വരുന്നതാ? പേടിയോ? മോനെ വരുന്നതാ? ആ, അവൻ ഭയങ്കര കൊടുക്കുക. മൈക്കിൻ്റെ ആവശ്യമില്ല അല്ലേ? അപ്പം അനിതയെ വെച്ചിട്ട് കൊണ്ടുവന്നല്ലേ? മോളെ വരുന്നതാ? ശിവാനി. മോളെ വരുന്നതാ? മോളെ വരുന്നതാ? അപ്പം എന്തായാലും ഒരുപാട് കുരുന്നുകൾ ഇവിടെ ഇന്ന് വന്നിരിക്കുകയാണ്. അതാണ് ഒരു മോൻ പേടിച്ചിരിക്കുന്നത്. പേരെന്തുവാനെ? ആ, വിളിക്കാം. മോളെ വരുന്നതാ? അപ്പം എന്തായാലും ഒരുപാട്. മോൻ്റെ പേരെന്തുവാ? ആ, ആരവ്. അതെ. കരച്ചിലുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് കുട്ടികൾ വെളിയം LPGSലെ ഓരോ ക്ലാസ്സിലും 40-ൽ മുകളിൽ വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. വളരെ മികച്ച ഒരു പ്രവേശനോത്സവമാണ് എല്ലാ വർഷവും ഇവിടെ നടത്താറുള്ളത്. വെളിയം LPGS സ്കൂളിലെ ഒരു പ്രവേശനോത്സവ കാഴ്ചകളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ 4-5 തലമുറകളായി ഇതുപോലെ കൊച്ചുകുട്ടികൾ നമ്മുടെ സ്കൂൾ അങ്കണത്തിലേക്ക് പ്രവേശിച്ച് ഇതേപോലുള്ള പ്രവേശനോത്സവം എല്ലാ വർഷവും ഭംഗിയായി നമ്മൾ നടത്താറുണ്ടായിരുന്നു. അതനുസരിച്ച് ഈ വർഷവും നമ്മൾ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സ്കൂളിലോട്ട് ഈ വർഷം പ്രവേശനം ലഭിച്ച എല്ലാ കുട്ടികളെയും ഞാൻ ആർദ്രമായി സ്കൂളിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൽ ജില്ലയിലെ തന്നെ
ഏറ്റവും വലിയ ഒരു പ്രൈമറി വിദ്യാലയമാണ്. കൊച്ചു കുട്ടികളാണ് നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്നത്. ഏകദേശം 9 വയസ്സുള്ള 4ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഏകദേശം 9 വയസ്സുള്ള കൊച്ചു കുട്ടികളാണ്. ഇവരെ ഏകദേശം നമുക്ക് 600ഓളം കുട്ടികൾ നമ്മൾ ഈ സ്കൂളിൽ നമുക്കിപ്പോൾ നിലവിലുണ്ട്. എല്ലാവരെയും ഞാൻ പുതുവർഷത്തിലേക്ക് നമ്മുടെ ഒരു പുതിയ അധ്യയന വർഷം ഇന്ന് ആരംഭിക്കുകയാണ്. 24-25 അധ്യയന വർഷത്തിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദവമായി വീണ്ടും സ്വാഗതം ചെയ്യുന്നു. തുടക്കത്തിൽ നമുക്ക് ചെറിയ ചെറിയ പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എനിക്കറിയാം പല പേരൻസും ഒരുപാട് പരാതികളും പ്രശ്നങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ഒരാഴ്ച കൊണ്ട് ഈ ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നാണ് 100% വിശ്വാസം. കഴിഞ്ഞ 2.5 മാസം നമ്മൾ മാർച്ച് മാസത്തെ പകുതിയോടുകൂടിയാണ് നമ്മുടെ ഭവന സന്ദർശനങ്ങളും നമ്മുടെ സ്കൂളിൻ്റെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നമ്മൾ തുടങ്ങിയത്. അതിൻ്റെ മെയ് 15 തന്നെ ഏകദേശം നമ്മൾ എല്ലാം നമ്മൾ ഒരുക്കി കഴിഞ്ഞു. അതിൻ്റെ ഒരു ഫൈനൽ ടച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച നമുക്കിവിടെ ഉണ്ടായിരുന്നത്. നമ്മളെ കഴിയുന്ന നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് സന്തോഷകരമാകുന്ന എല്ലാവിധ കലാപരിപാടികളും കാര്യങ്ങളും നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വളരെ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ സ്കൂളിലോട്ട് വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഈ 24-25 അധ്യയന വർഷത്തെ ആദ്യത്തെ ദിവസം തൊട്ട് ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോളെ പേരെന്തുവാ? ഉത്തര. എത്ര പഠിക്കുന്നത്? ഇനി 3-ായിട്ട്. 3-ായില്ലേ? അപ്പം 3-ലല്ലേ? അപ്പോൾ എന്തായാലും കുരുന്നുകളെ കൊണ്ട് രക്ഷകർത്താക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് കൊച്ചു കുരുന്നുകളായിട്ട് അമ്മമാർ കൈപിടിച്ച് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്ന നയന മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് വെളിയിൽ LPGSൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കനവായി കൊട്ടാരക്കര വാർത്തകൾ, സത്യത്തിൻ നിറവോടെ കൊട്ടാരക്കര വാർത്തകൾ. ഇനി എന്റെ ആത്മാവേ നന്മതൻ കണങ്ങളിൽ തൊട്ടുചേർത്ത് വാർത്ത ചെയ്ത് യാത്ര പോകാം. നേരം മറന്നുപോയി, രാവും മറഞ്ഞു പോയി, വാർത്തകൾ ചെയ്തേ യാത്ര തുടരാം. നേരം മറന്നുപോയി, രാവും മറഞ്ഞു പോയി, വാർത്തകൾ ചെയ്തേ യാത്ര തുടരാം. കൊട്ടാരക്കര വാർത്തകൾ, കൊട്ടാരക്കര വാർത്തകൾ.